വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. വി ഡി സതീശനെതിരെ തെളിവില്ല എന്ന വിജിലൻസിന്റെ റിപ്പോർട്ട്. സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. വിജിലൻസ് DIG ഡയറക്ടർക്ക് നൽകിയ കത്ത് പുറത്തുവിടുകയാണ് മാതൃഭൂമി ന്യൂസ്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത കൂടിയായി മാറുന്നു ഈ മണിക്കൂറിൽ. ഈ വിവരങ്ങൾ ബിനിലാണ്. വിവരങ്ങളുമായി ബിനിൽ. പുനർജനി പദ്ധതി വി ഡി സതീശനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ ആയുധമാക്കാൻ ശ്രമിക്കുകയായിരുന്നു CPM-ഉം. ഒപ്പം സർക്കാരും വിജിലൻസിന്റെ ശുപാർശ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഇടയിൽ വി ഡി സതീശനെതിരെ തെളിവില്ല എന്ന വിജിലൻസ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? രതീഷ്, ഈ കേസ് CBIക്ക് കൈമാറണം എന്നൊരു ശുപാർശ സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിജിലൻസ് DIG തന്നെ ഡയറക്ടർക്ക് കൈമാറിയിരിക്കുന്നത്. അതിൽ പറയുന്നത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ വി ഡി സതീശനെതിരെ അതിൽ തെളിവില്ല എന്നതാണ്. അപ്പോൾ പിന്നീട് എന്തിനാണ് ഇത് CBI അന്വേഷണത്തിലേക്ക് പോകുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് FCRA ലംഘനം, അത് സംബന്ധിച്ച പരിശോധന വിജിലൻസിന് സാധ്യമാവില്ല. അതുകൊണ്ട് കേന്ദ്ര ഏജൻസിക്ക് കൈമാറുന്നു എന്ന രീതിയിലേക്കാണ് ആ വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് വിജിലൻസ് ഡയറക്ടർക്ക് വിജിലൻസ് DIG നൽകിയിരിക്കുന്ന കത്താണ്. കത്ത് കൈമാറിയിരിക്കുന്നത് 2025 9-ാം മാസമാണ്. സർക്കാരിന്റെ കത്തിന് നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്ന രീതിയിലേക്കാണ് അത് വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1, 2, 3 അങ്ങനെ ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് വന്നിരിക്കുന്നത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ MLA അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. ഒന്നാമത്തെ വിവരമാണ് ആ കത്തിലുള്ളത്. രണ്ടാമത്തത്, വിദേശ സന്ദർശനത്തിന് ശേഷം വി ഡി സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തതിനാൽ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല. മൂന്നാമത്തത്, പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ്. വി ഡി സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല. നാലാമത്തത്, അഴിമതി നിരോധന നിയമം സെക്ഷൻ 7, 7A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വി ഡി സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യക്തതാ റിപ്പോർട്ട് അനന്തര നടപടികൾക്കായി ഇതോടൊപ്പം അയക്കുന്നു എന്നതാണ് DIG വ്യക്തമാക്കുന്നത്. അതായത് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ വി ഡി സതീശൻ, അതായത് പ്രതിപക്ഷ നേതാവ് ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പറയുന്നത്. വി ഡി സതീശൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സ്പഷ്ടീകരണവും വ്യക്തതയും ഇപ്പോൾ വി ഡി സതീശനെതിരെ തെളിവില്ല എന്ന വിജിലൻസിന്റെ റിപ്പോർട്ടും സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന വിജിലൻസ് DIG ഡയറക്ടർ നൽകിയ കത്തുമൊക്കെ പുറത്തു വരുമ്പോൾ അപ്പോൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ചില നീക്കങ്ങൾ എന്നതിനപ്പുറത്തേക്കുള്ള ഗൗരവം വിജിലൻസിന്റെ CBI അന്വേഷണം എന്ന ശുപാർശയ്ക്കില്ലാതെ പോകുന്നു എന്നതാണോ ഈ തെളിവിൽ നിന്ന് വ്യക്തമാകേണ്ടത് ബിനിൽ? രതീഷ്, ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഇതിൽ വിജിലൻസ് അന്വേഷണം നടത്തി ഇതിൽ ഒന്നുമില്ല എന്ന് കണ്ടെത്തിയതാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ്. അത് ശരിവെക്കുന്ന രേഖകളാണിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഇത് കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്നതാണ് UDF നേതാക്കൾ ഒന്നടങ്കം ആരോപിക്കുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലേക്കാണ് വിജിലൻസ് DIGയുടെ ഈ കത്തും പുറത്തേക്ക് വരുന്നത്. ഈ കത്ത് പ്രകാരമാണ് എങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഏതെങ്കിലും ഒരു കുറ്റം വി ഡി സതീശൻ ചെയ്തതായി ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതേസമയം ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് എല്ലാ ഫണ്ടുകളും കൈകാര്യം ചെയ്തിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ ഏതെങ്കിലും തരത്തിൽ FCRA ലംഘനം നടത്തിയിട്ടുണ്ടോ എന്നത് അന്വേഷിക്കാൻ കഴിയുമോ, അതിനൊരു സാധ്യത അവിടെ തുറന്നിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വി ഡി സതീശനെതിരെ നിലവിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഏതെങ്കിലും കുറ്റം കണ്ടെത്തിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ സാരാംശം എന്നത്. അത് സർക്കാരിന്റെ കത്തിന്റെ മറുപടിയായി അന്നത്തെ വിജിലൻസ് DIG ആയിട്ടുള്ള K. കാർത്തിക് അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആ റിപ്പോർട്ടോടൊപ്പം അത് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആമുഖത്തിലാണ് ഈ വിവരങ്ങൾ, 4 വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പുനർജനിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് കൈകാര്യം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ കൃത്യമായി വ്യക്തത വരുത്തുന്നു. അതായത് വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്നതാണ് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ചില വാദങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KPC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യനെ കോഴിക്കോട്ട് കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ചില പടക്കങ്ങൾ, ഓലപ്പടക്കങ്ങൾ പൊട്ടും. തിരഞ്ഞെടുപ്പ് കാലമല്ലേ,
എന്തുകൊണ്ട് ഇപ്പോൾ 5-10 വർഷമായി തുടർച്ചയായി സർക്കാർ ഭരണത്തിലിരിക്കുന്നു? അങ്ങനെയെങ്കിൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 5 വർഷത്തിലധികമായി ആ വിഷയം വന്നിട്ട് എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല തുടങ്ങിയ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങളൊക്കെ കൂടുതൽ പ്രസക്തമാവുകയല്ലേ? രാഷ്ട്രീയ പ്രേരിതമായ ഒരു അന്വേഷണത്തിനുള്ള ശ്രമം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്നു എന്നതിന് കൂടുതൽ തെളിവായി കൂടി മാറുകയല്ലേ ഈ കത്ത്? സ്വാഭാവികമായും രതീഷെ അത് തന്നെയാണ് സംഭവിക്കുക. കാരണം പ്രതിപക്ഷം ഒന്നടങ്കം ഉന്നയിക്കുന്നത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നനഞ്ഞ പടക്കം എന്ന രീതിയിലാണ്, ഒരു രാഷ്ട്രീയ ആരോപണമായി തന്നെയാണ് പ്രതിപക്ഷം കാണുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്ന LDF ഇത്തരത്തിലുള്ള പല സംഭവങ്ങളുമായും വരും എന്ന രീതിയിലാണ് UDF നേതാക്കൾ ഒന്നടങ്കം ഇതിനെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ VD സതീശൻ ഒരു പടി കടന്നുകൊണ്ട് ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായും അതോടൊപ്പം തന്നെ ഒരു കാര്യം സതീശൻ പറയുകയും ചെയ്തിരുന്നു, ഈ വിജിലൻസ് അന്വേഷണത്തിൽ തനിക്കെതിരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് കൂടി പറഞ്ഞിരുന്നു. അത് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കത്തും പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ സാരാംശമാണ് ഈ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം കണ്ടെത്താൻ ഈ അന്വേഷണത്തിൽ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട ഫണ്ട് സതീശൻ നേരിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല. അത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന ഒരു സന്നദ്ധ സംഘടനയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു സാധ്യത ഇതിലുള്ളത്, ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനി ഒരു അന്വേഷണത്തിന് സാധ്യതയുള്ളത്. FCRA വയലേഷൻ ഉണ്ട്, വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനങ്ങൾ ഉണ്ട് എങ്കിൽ അത് മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ ആയിരിക്കും ആ അന്വേഷണം സ്വാഭാവികമായും